സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അവഹേളിച്ച ഒരു വിമത വൈദികൻ വിജയമല്ലെങ്കിൽ മരണമെന്നൊക്കെ പറഞ്ഞ് കട്ടിലിൽ സമരം നടത്തി. അവസാനം വിശപ്പ് അസഹ്യമായപ്പോൾ സുല്ലിട്ട് മുങ്ങി. ഇപ്പോൾ താടി നീട്ടി വളർത്തിയുള്ള സമരത്തിലാണ്. കൂടാതെ സഭ വിട്ട് പുറത്തേക്ക് പോകുമെന്ന ഭീഷണിയും മുഴക്കുന്നു. ഇതുപോലെയുള്ള വിമതരെ ഒറ്റക്കെട്ടിൽപ്പെട്ടവരെയും ഇനി അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവരുടെ ഏക ആശ്രയം ഈ കെട്ടാണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരികയെന്നത് ഭയാനകമാണ്. ഒറ്റക്കെട്ട് പൊട്ടി പുറത്തു വരുന്നവർ സഭയ്ക്ക് പുറത്തു പോയി ഇനിയുള്ള കാലം പണിയെടുത്ത് ജീവിക്കണം. അതുകൊണ്ട് തന്നെ കെട്ടിന് പുറത്തു നിന്നുള്ളവരുടെ സഹായം അവർക്ക് സ്വീകാര്യമല്ല. സഭയോടൊപ്പം നിൽക്കുന്നവർ പരിശുദ്ധ മാർപ്പാപ്പയുടെ സന്ദേശത്തിലെ ഓരോ വാക്കുകളും ഉൾക്കൊണ്ട് വേണം നീങ്ങുവാൻ. പരിശുദ്ധ പിതാവ് ഇക്കൂട്ടരെ നിങ്ങളെ അനുകരിക്കരുതെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിനപ്പുറത്തൊരു ചിന്തയുടെ ആവശ്യമുണ്ടോ എന്ന് വിശ്വാസികൾ ചർച്ച ചെയ്യണം. തീർച്ചയായും വിശ്വാസികളാരും അനുസരണക്കേട് കാണിക്കുന്നില്ല. കാരണം വിശ്വാസികൾ അൾത്താരാഭിമുഖമാണ് കുർബാന അർപ്പിക്കുന്നത്. സിനഡും പരിശുദ്ധ മാർപ്പാപ്പയും ആഗ്രഹിക്കുന്നത് വൈദികർ അൾത്താരാഭിമുഖ ബലി അർപ്പിക്കണമെന്നാണ്. അതിന് സാധിക്കാത്ത ഇടവകകൾ ഭിന്നിപ്പിലാണ്. അവർ സഭയുടേതായ ബലിയും കൂദാശകളും മറ്റും തിരുക്കർമ്മങ്ങളും നിഷേധിക്കുന്നു. വൈദികരുടെ സഭയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളായി മാറുന്നു. അവർ അകപ്പെട്ടിരിക്കുന്ന കെണിയിലും സ്വതന്ത്ര വ്യാപാരങ്ങളിലും മാത്രമാണ് ശ്രദ്ധ. അതേസമയം സഭയോട് ചേർന്നു പോകുന്ന ഇടവകകൾ പരിശുദ്ധ മാർപ്പാപ്പയെയും സഭാപിതാക്കന്മാരെയും അനുസരിക്കുന്നു. അതുവഴി അവരുടെ കുട്ടികൾക്ക് സഭയുടെ ശിക്ഷണം ലഭിക്കുന്നു. സഭയുടെ കുർബാനയും മറ്റു കൂദാശ കർമ്മങ്ങളെയും സാധ്യമാക്കുന്നു. വൈദികർ മൂലം ഭിന്നിപ്പിലായിരിക്കുന്ന ഇടവകകൾ രാജ്യത്തെ നീതിന്യായ കോടതികളെ അർഹതപ്പെട്ടതായ അവകാശങ്ങൾക്കായി സമീപിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികളുടെ മക്കൾക്ക് സഭാവിശ്വാസത്തിൽ പരിശീലനം ലഭ്യമല്ല. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അപകടത്തിലാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് മാമോദീസ, ആദ്യ കുർബാന, സ്ഥൈര്യലേപനം, മരണാന്തര ശുശ്രൂഷകൾ സ്വീകരിക്കേണ്ടതായ അവസ്ഥയിലാണ്. ഈ വക കാര്യങ്ങൾ സഭയെ അനുസരിക്കുന്ന പുരോഹിതരുടെ കാർമ്മികത്വത്തിലും മേൽനോട്ടത്തിലും ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സഭാപിതാക്കന്മാർ തയ്യാറാകണം. അവർക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസികൾ എന്തു ചെയ്യും? സഭ വിട്ടുപോകാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല. ഈ വക ബുദ്ധിമുട്ടുകൾ കാരണം തൽക്കാലം പള്ളിയിൽ പോകാതിരിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് സീറോ മലബാർ സഭയിൽ.